ഹലോ ഡേ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഓഡിറ്റ് എന്നുള്ള വേർഡ് എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫേംസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിൽ ഓഡിറ്റ്സ് വരാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ എന്നും നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഡിറ്റ്സുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ട് പതുക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഓഡിറ്റിനെ വെൽക്കം ചെയ്യാൻ നമ്മൾ ഫുൾ പ്രിപ്പയർ ആയിട്ടിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് നമ്മുടെ ലൈഫിലും ഇടയ്ക്ക് വേണം കേട്ടോ. ലൈഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ടേമാണ്. ഒരു തവണ ലൈഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് കേട്ട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി 1-2 തവണ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് ലൈഫ് ഓഡിറ്റിനെ പറ്റിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയനൊക്കെ ആഡ് ചെയ്യാനൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ലൈഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളൊരു 3 months കൂടുമ്പോഴോ ഇയർലി ട്വൈസൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിനൊന്ന് വിലയിരുത്താം. എവിടെയെല്ലാമാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത്, എവിടെയെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു ഓഡിറ്റ് നല്ലതാണ് ലൈഫിൽ. അപ്പോൾ അതിൽ ഏതൊക്കെ മേഖലകളിലാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്തിൽ നമ്മളൊരു സെൽഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഓഡിറ്റ് എപ്പോഴും ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യന്മാരായ അസുഖമൊക്കെ വരില്ല എന്ന് കരുതി നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് മുന്നോട്ടേക്ക് പോയിട്ടായിരിക്കും വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസിലേക്കൊക്കെ എത്തുന്നത്. സോ 1-2 തവണയൊക്കെ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൈൻഡ് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് തക്ക സമയത്ത് കെയർ കൊടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസൊക്കെ നമ്മൾ എടുക്കുക. ഇടയ്ക്കൊരു ഇയർലി ചെക്കപ്പൊക്കെ നല്ലതാണ്. എനിക്കറിയുന്ന ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. അവരെല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്യാറുണ്ട്. നല്ലതാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഏർലി സ്റ്റേജിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടി വൈറ്റമിൻസും സപ്പോർട്ടിങ് ടാബ്ലറ്റ്സും സപ്ലിമെൻറ്റ്സും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് ഒരു ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടൊരു സെൽഫ് ഓഡിറ്റ് വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മുടെ ഒരു സെൽഫ് ഓഡിറ്റ് കേട്ടോ. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഓഡിറ്റിനപ്പുറം അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഒരു 6 months 3 months കൂടുമ്പോഴതിനേക്കാൾ കൂടുതൽ നമ്മളൊരു വീക്ക്ലി ബേസിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസിൽ ഫിനാൻസ് എന്ന് പറയുന്ന മേഖലയിൽ നമ്മളൊരു സെൽഫ് ചെക്ക് നടത്തുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നമ്മുടെ വരവ് എത്രയാണ്, നമ്മുടെ ചിലവ് എത്രയാണ്, ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ഈ മാസം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്, വരാൻ പോകുന്ന മാസങ്ങളിൽ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ചിലവുകൾ വരുന്നുണ്ടോ, അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ടോ, സേവ് ചെയ്യേണ്ടതുണ്ടോ, പിന്നെ നമ്മൾ ക്രെഡിറ്റിലാണ് പോകുന്നതെങ്കിൽ ആ ക്രെഡിറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് 0 ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻകമിൻ്റെ ആവശ്യമുണ്ടോ, ഇനി അഡീഷണൽ ഇൻകം വേണമെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ, പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ്സിനെ പറ്റി പഠിക്കേണ്ടതുണ്ടോ, SIPസിനെ പറ്റി പഠിക്കേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടയ്ക്ക് മന്ത്ലി ബേസിൽ തന്നെ ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഈ ഒരു കാര്യം ഒരിക്കലും ഞാനൊരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ ഇയർലി വൺസ് ചെക്ക് ചെയ്യണമെന്ന് പറയില്ല. കാരണം ഫിനാൻസിൻ്റെ കാര്യം എപ്പോഴും നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടതാണ്, എപ്പോഴും നമ്മളൊന്ന് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമാണ്. മിക്കവാറും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വരവനുസരിച്ചല്ല ചിലവുകൾ നടക്കുന്നത്, അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് മാസങ്ങളിൽ ക്രെഡിറ്റായി പോകുന്ന മാസങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഒരു ക്രെഡിറ്റിലൊക്കെ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കടം വാങ്ങും, നമ്മൾ ലോൺ എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് നമുക്കത് അഫോർഡബിൾ ആകാൻ പറ്റുമോ, മന്ത്ലി നമുക്ക് ഒരു EMI ഒക്കെ അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള പാക്കേജ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വളരെ നല്ലതാണ്. എപ്പോഴും ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വേണം എന്നുള്ളതാണ്. അതിനാരും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുത്തു, അത് പഠിച്ചു, അതിന് ബേസ് ആയിട്ടൊരു ജോബ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടൊരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചും കൂടി ബെറ്റർ ജോബ് അല്ലെങ്കിൽ ബെറ്റർ പാക്കേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ. നമ്മളിപ്പോൾ കോർ ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടിയും പാക്കേജുള്ള വേറൊരു ഫീൽഡിലേക്ക് പോകാൻ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിന് എപ്പോഴും നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഒന്ന് പോയാലും അതിനോളം ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പാകത്തിനൊരു ബാക്കപ്പ് ഇവിടെ ഉള്ളത് നല്ലതാണ്.
മൂന്നാമത്തെ കാര്യമാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കേട്ടോ. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡേ ടു ഡേ ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ്. നമ്മളൊരു നല്ല വ്യക്തിയായി തീരുക എന്നുള്ള ഒരു കാര്യത്തിന് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ നന്മമരമാവുക, ആൾക്കാരുടെ ഒരു ട്രോൾ മെറ്റീരിയൽ ആവുക എന്നൊരർത്ഥം കൂടി ഉണ്ട് എന്നാണ് ഒരു ന്യൂജൻ ടോപ്പിക് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പലർക്കും ഞാൻ നല്ലതാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ മടിയാണ്. അല്പസ്വല്പം അലമ്പാണ് എന്നാലേ സമൂഹത്തിലൊരു നിലയും വിലയും ഉണ്ടാവുകയുള്ളൂ. ഞാൻ അലമ്പാണ് എന്ന് പറയുന്നതിലാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് കരുതി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുക, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കെങ്കിലും ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. അപ്പോൾ നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും ഹാബിറ്റ്സ് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ, അതിനെന്തെങ്കിലും എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതുണ്ടോ, ആരുടെയെങ്കിലും ഹെൽപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ സ്വയം നമ്മളെ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു സെൽഫ് ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, അത് ഡെയിലി ഈ ഉരച്ച് മിനുക്കി തിളക്കിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു സെയിം കേട്ടിട്ടില്ലേ, നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോൾ ആദ്യം ആളുകൾ കളിയാക്കും, പിന്നെ അത് കഴിഞ്ഞ് അവരത് പുച്ഛിക്കും, പിന്നെ അവരതിനെ പറ്റി ഒന്നും മിണ്ടാതിരിക്കും. ഒരു തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പറ്റി നല്ലത് പറയും എന്ന് തന്നെയാണ്. സോ ഇനീഷ്യലി ആളുകൾ കളിയാക്കുന്നതും പുച്ഛിക്കുന്നതും നന്മമരം എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും ഉപദേശി എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് എപ്പോഴും ജെനുവിനായിരിക്കുക, അത്രേ ഉള്ളൂ. അടുത്തൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് അഥവാ ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ടൈം നമ്മൾ ഈ ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മളായിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നിന്നുമാണ്. എല്ലാവർക്കും ഫാമിലിയിലെ സോ ഒഴുക്കിനൊത്തങ്ങ് പോവുക, അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളതെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മളൊരു വീക്ക്ലി ബേസിൽ മന്ത്ലി ബേസിലൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് ഒരു മാസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ കാര്യങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും പിന്നെ അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. സോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും റിലേഷൻഷിപ്പിലും കുടുംബത്തിലൊക്കെയാണ്. നമ്മളായിരിക്കുന്ന ആ ഒരു കുടുംബത്തിലെ ആ ഒരു സ്പേസിലെ അവിടുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ചില നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ അതിലുള്ളവരോട് കുറച്ചും കൂടിയും ഇൻറ്റിമേറ്റ് ആയിരിക്കുക, കുറച്ചും കൂടിയും അറ്റാച്ച്ഡ് ആയിരിക്കുക, കുറച്ചും കൂടിയും ഈ ഒളിമറകളില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് കുടുംബത്തിനെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കുക എന്നുള്ളതാണ്. ഭൂരിഭാഗം ആളുകൾക്കും മടിയാണ് ഈ പറയുന്ന കാര്യത്തിൽ. പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ തരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. അടുത്ത ഒരു കാര്യമാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഓഡിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം കാര്യം, നമ്മുടെ സ്വന്തം സെൽഫ് ലവ്, സെൽഫ് കെയർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഇടയ്ക്കൊരു സെൽഫ് ഓഡിറ്റ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതൊരു വീക്ക്ലി ബേസിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസിൽ തന്നെ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നമ്മൾ മീ ടൈം കൊടുക്കുന്നുണ്ടോ, നമ്മുടെ സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, അതോ നമ്മുടെ സന്തോഷങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താനാണോ ജീവിക്കുന്നത്, നമ്മൾ പീപ്പിൾ പ്ലീസർ ആണോ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഒരു വിലയിരുത്തുന്നത് നന്നായിരിക്കും. സ്വയം വിലയിരുത്തുന്നത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിൽ നമ്മൾ ഒരു മീ ടൈം കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ആരും ഇല്ലാണ്ട്, നമ്മുടെ ഫാമിലിയിൽ വേറെ ആരും ഇല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് പുറത്ത് പോവുക, സ്വന്തമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, അത് ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ചു കൊടുത്ത് നമ്മൾ സ്വയം സന്തോഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ കേട്ടോ. കോംപ്രമൈസ് ചെയ്യാണ് പതിവ്. കാരണം മക്കൾക്കും ഹസ്ബൻഡിനും വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും വേണ്ടിയിട്ട് പതുക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് ഒരു സൈഡിലേക്ക് വെച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും. പക്ഷേ നമ്മളിത് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണോ, ഒരു ടെസ്റ്റ് എക്യുപ്മെൻ്റ് ആണോ നമ്മളെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പകരം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്കൊന്ന് ഔട്ടിങ്ങിന് പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോവുക, ഇഷ്ടമുള്ള ഒരു
ഡ്രസ്സൊക്കെ വാങ്ങി ഇഷ്ടമുള്ള തരത്തിൽ ഒരുങ്ങി അങ്ങനെയൊക്കെ ജീവിക്കുക. ഇടയ്ക്ക് സ്വന്തമായിട്ട് ഒരുങ്ങിയൊരു സെൽഫിയൊക്കെ എടുക്കുക. അതൊക്കെ തന്നെയാണ് ജീവിതം. നമ്മൾ ചെറിയൊരു ജീവിതമാണ്. പിന്നെ ഭാവിയിലേക്ക് നമ്മൾ ഓർക്കണ സമയത്ത് നമുക്ക് ഓർത്ത് വെക്കാൻ മനസ്സിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ കാര്യങ്ങൾ എപ്പോഴും സന്തോഷിക്കുക, ചെറിയ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് ഒരു മന്ത്ലിയോ 6 മന്ത് കൂടുമ്പോഴോ മാക്സിമം 6 മന്ത് കൂടുമ്പോൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ലൈഫ് ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് എങ്ങോട്ടേക്കാണ് എത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ. ലൈഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ 1-2 തവണ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഭയങ്കര രസമാണ്. നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും നമുക്ക് വരുന്ന മാറ്റങ്ങൾ. ഈവൻ നമ്മുടെ സംസാര ശൈലിയിൽ പോലും നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന വാക്കുകളിൽ പോലും ചില കാര്യങ്ങൾ മാറുന്നതും ചില കാര്യങ്ങൾ ആഡഡ് ആവുന്നതും ഒക്കെ നമുക്കറിയാൻ പറ്റും. പതുക്കെ ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതും, നല്ലത് പറയുക ഇൻ ദ സെൻസ് നമ്മൾ ആരുടെയും ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ നമ്മളൊക്കെ ഒരു മനുഷ്യരല്ലേ, നമുക്ക് ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയുന്നത് കേൾക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ പതുക്കെ നമ്മൾ അറിയാണ്ട് തന്നെ എത്തുന്നത് അറിയാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പീരിയോഡിക്കലി നമ്മളൊരു ലൈഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഓഡിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സബ്ജക്റ്റിനെ പറ്റി ഈ ടോപ്പിക്കിനെ പറ്റി ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.